അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹമുള്ള ഫാളില വിദ്യാർത്ഥികളെ, നമ്മൾ ഫിഖ്ഹിൻ്റെ പാഠങ്ങളുടെ എണ്ണവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം. മഹാന്മാരായ പണ്ഡിതന്മാർ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് ഓരോ പ്രവർത്തനവും നിർബന്ധമാണ്, അതല്ലെങ്കിൽ ഹറാമാണ്, അതല്ലെങ്കിൽ സുന്നത്താണ്, കറാഹത്താണ്, ഹലാലാണ്, മറ്റൊന്നുകൂടെയുണ്ട് ഖിലാഫുൽ ഔല. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. ആ തിരിച്ചത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് തുടങ്ങിയത് അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കാര്യമാണ്, 2ഓ 3ഓ ക്ലാസ്സിൽ. പിന്നെ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മൾ എന്താണ് ഫിഖ്ഹ് എന്നൊന്ന് മനസ്സിലാകാൻ ഒരു ആമുഖം പറഞ്ഞു എന്ന് മാത്രം. കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത്, ഒരു കാര്യം ഇത് ചെയ്യേണ്ട വിധി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഫിഖ്ഹ്, ഇസ്ലാമികമായ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആരംഭം ഇൻഷാ അല്ലാഹ് കുറിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വബഅദ്. അദ്ദർസുൽ അവ്വൽ, പാഠം 1. ഒന്നാമത്തെ പാഠമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 60 പാഠങ്ങളാണ് ഈ കിതാബിലുള്ളത്. ഓരോ പാഠത്തിലും 10 വീതം മസ്അലകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അസ്വലാത്തുൽ മഫ്റൂള, ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം. അസ്വലാത്തു നിസ്കാരം, അൽ മഫ്റൂളത്തു നിർബന്ധമാക്കപ്പെട്ട. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സൂറത്തുൻ നിസാ 103-ാമത്തെ ആയത്ത്. നിശ്ചയം നിസ്കാരം അത് മുഅ്മിനീങ്ങളുടെ മേൽ, വിശ്വാസികളുടെ മേൽ നിസ്കാരം ആയിട്ടുണ്ട്. കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധമായിട്ട് നിസ്കാരം ആയിട്ടുണ്ട്. അത് കൃത്യസമയമാണ്. ളുഹ്ർ, അസർ, മഗ്രിബ് ഇൻഷാ അല്ലാഹ് ശേഷം പറയും. ഓരോ സമയം നിർണയിക്കപ്പെട്ടതാണ് അത്. 1, ഈ മസ്അലകൾ 1 എന്നിട്ട് പറയുന്നത് അത് നോട്ടിൽ എഴുതുമ്പോഴും ഓരോന്നായിട്ട് നമ്പറിട്ട് അക്കമിട്ട് എഴുതാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അസ്വലാത്തു, ഇനി നിസ്കാരത്തിൻ്റെ നിർവചനം എന്താണ് നിസ്കാരം എന്ന് പറയാണ്. അസ്വലാത്തു നിസ്കാരം, ഹിയ അത് അഖ്വാലുൻ ചില വാക്കുകളാണ്, വ അഫ്ആലുൻ ചില പ്രവർത്തികളാണ്. ചിലത് എന്ന് പറയാൻ പറ്റൂല. മഖ്സൂസത്തുൻ പ്രത്യേകമാക്കപ്പെട്ടതാണ്. പിന്നെയോ മുഫ്തതഹത്തുൻ ബി തക്ബീരി തക്ബീർ കൊണ്ട് തുടങ്ങപ്പെട്ട, മുഖ്തതമത്തുൻ ബി തസ്ലീമി സലാം കൊണ്ട് അവസാനിക്കുന്ന. അപ്പോൾ സലാം കൊണ്ട് അവസാനിക്കുന്ന, തക്ബീർ കൊണ്ട് തുടങ്ങപ്പെട്ട പ്രത്യേകമായ ചില വാക്കുകളും പ്രവർത്തികളുമാണ് നിസ്കാരം. മനസ്സിലായല്ലോ? അത് ഇനി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടാൽ അത് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ ചില വാക്കുകളും പ്രവർത്തികളും. 2, വൽ മഫ്റൂളാത്തുൽ ഐനിയത്തു മിനസ് സ്വലവാത്തി ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ ഖംസുൻ. ഫർള് ഐന്, ഫർള് കിഫ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഐനിയ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ മേലിലും നിർബന്ധമാക്കപ്പെട്ടത്, എൻ്റെ മേലിൽ നിർബന്ധമാക്കപ്പെട്ടത്, അതിനാണ് ഐനിയായത്. അതല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ മേലിലും നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് ഐനിയ എന്ന് പറയാം. കിഫായ എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലുമൊക്കെ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ചെയ്താൽ തന്നെ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ഫർള് കിഫ അങ്ങനെയാണ്. പക്ഷേ ഫർള് ഐൻ അങ്ങനെയല്ല, ഓരോരുത്തരുടെ മേലിലും നിർബന്ധമാക്കപ്പെട്ടതാണ്.
ഇപ്പോൾ ഉദാഹരണത്തിന് മയ്യത്ത് നിസ്കാരം ഫർള് കിഫായാണ്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി, പക്ഷേ ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. എന്നാൽ ളുഹർ നിസ്കാരം അങ്ങനെയല്ല. ളുഹർ എല്ലാവരുടെ മേലും നിർബന്ധമാണ്. ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചതുകൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെടുകയും ഇല്ല. അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഫർള് കിഫ, ഫർള് ഐനൊന്ന് വേർതിരിച്ച് പറഞ്ഞു. നമ്മുടെ പാഠത്തിൽ അതില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വൽ മഫ്റൂദാത്തുൽ ഐനിയത്തു ഫർള് ഐന് മിനസ് സ്വലവാത്തി, നിസ്കാരങ്ങളിൽപ്പെട്ട ഫർള് ഐന് ഫി കുല്ലി യൗമിൻ, എല്ലാ ദിവസത്തിലും. ദിവസം എന്ന് പറഞ്ഞാൽ പകൽ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലൈലത്തിൻ, എല്ലാ രാത്രിയിലും. ഖംസുൻ, എത്രണ്ണാണ്? 5 എണ്ണമാണ്. അല്ലുഹുറു, ഏതൊക്കെയാണത്? ലുഹുറാണ്, അസറാണ്, മഗ്രിബാണ്, ഇഷ ആണ്, സുബ്ഹാണ്. വസുബ്ഹു, അത് വായിച്ചു പോയാൽ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ? വൽ അസുറു എന്ന് പറഞ്ഞാൽ ലുഹുറും അസുറും. നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് കൊടുക്കുമല്ലോ, അതും എന്ന് പറയാൻ അതിനാണ് അറബിയിൽ വാവ് ഉപയോഗിക്കുക. ഇത്രയും എളുപ്പത്തിലുള്ള മസാലകളാണ്. ഇങ്ങനത്തെ 10 മസാലയാണ് ഒരു പാഠത്തിൽ ഉണ്ടാവുക. 3 വലം യജിത്തമേ ഹാദിഹിൽ ഹംസു, ഈ 5 എണ്ണം ഒരുമിച്ച് കൂടിയിട്ടില്ല. ലിഗൈരി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്തവർക്ക് ഇതൊരുമിച്ച് കൂടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രവാചകന്മാർക്കൊന്നും ഈ 5 നിസ്കാരം കൂടെ കിട്ടിയിട്ടില്ല. ളുഹറും അസറും മഗ്രിബും ഇശാവും സുബഹും പാടെ കിട്ടിയിട്ടില്ല. 4 വകാന സുബഹു നിസ്കാരം ആയിരുന്നു ലി ആദം അലൈഹിസ്സലാം, അത് ആദം നബി അലൈഹിസ്സലാമിനുള്ള നിസ്കാരമായിരുന്നു. ലുഹുർ അലി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിനുള്ളതായിരുന്നു. വൽ അസർ നമസ്കാരം ലി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിനുള്ളതായിരുന്നു. വൽ മഗ്രിബു ലി യഅ്ഖൂബ് അലൈഹിസ്സലാം, മഗ്രിബ് യാക്കൂബ് നബിക്ക് ഉള്ളതായിരുന്നു. വൽ ഇഷാ നിസ്കാരം ലി യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാമിന് ഉള്ളതായിരുന്നു. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഓരോ നിസ്കാരങ്ങളും ഓരോ പ്രവാചകന്മാർക്ക് പ്രത്യേകമായിരുന്നു. എന്നാൽ ഈ 5 നമസ്കാരവും പ്രത്യേകമായി കിട്ടിയതാർക്കാണ്? നമുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനാണ് 5. വഫുരിളത്ത്, നിർബന്ധമാക്കപ്പെട്ടു. ഏത്? നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. ലൈലത്തുൽ ഇസ്രായിൻ്റെ രാത്രിയിൽ. അത് നമുക്കറിയാലോ. ഇസ്രാ മിഅ്റാജ് ഏത് മാസത്തിലാണ്? റജബ് മാസത്തിൽ പറയുന്നുണ്ട്. ലൈലത്ത 27 മിൻ റജബ്, റജബിൽപ്പെട്ട 27 രാത്രിയിൽ, 27 രാവിന്, റജബ് 27 കേട്ടോ, റമദാൻ 27 അല്ല. റമദാൻ 27 പ്രത്യേകത അറിയാമല്ലോ. ലൈലത്തുൽ ഖദർ, നമ്മളൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഒരു രാവ്. റജബ് മാസത്തിലെ 27 രാത്രിയിൽ, അതായത് ലൈലത്തുൽ ഇസ്രായിൻ്റെ രാത്രിയിലാണ് ഈ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. 6 വതജിബു സ്വലവാത്തുൽ ഖംസു, 5 വഖത്ത് നമസ്കാരം നിർബന്ധമാകും. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലിലും. ബാലിഗിൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ. ആഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള. പിന്നെയോ ത്വാഹിരിൻ മിനൽ ഹൈലി വന്നിഫാസി, ഹൈല് നിഫാസിൽ നിന്ന് ശുദ്ധിയായവളുടെ മേലിലും. അപ്പോൾ ഹൈല് നിഫാസിലുള്ള പെണ്ണെന്ത് ചെയ്യണ്ട? നിസ്കരിക്കൽ നിർബന്ധം ഇല്ല. ബുദ്ധിയില്ലാത്തയാൾ നിസ്കരിക്കൽ നിർബന്ധമില്ല. പ്രായപൂർത്തിയാവാത്തയാൾ നിസ്കരിക്കൽ നിർബന്ധമില്ല. അതാണ് ഇനി അടുത്ത മസ്അല പറയുന്നത്. നമ്മളതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ഇന്ന ആളുടെ മേൽ നിസ്കാരം നിർബന്ധമാണ്, അവിടെ നിർത്തി. പിന്നെ മാസങ്ങളെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് വിശദീകരിക്കണം, ഒന്ന് പഠിക്കണം. നമുക്കൊക്കെ അറബി മാസങ്ങളും ഒക്കെ അറിയുന്നുണ്ടാകും. അത് ഡയറിയിൽ കുറിക്കുന്നത് നല്ലതാണ്. ഓരോ മാസങ്ങൾ, ഇംഗ്ലീഷ് മാസങ്ങൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ എഴുതുക. പിന്നെ മറ്റേ മലയാള മാസം ഉണ്ടല്ലോ, കുംഭം, മീനം, ഇടവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് എഴുതുക. അതുപോലെ മുഹറം, സഫർ, അതും കൃത്യമായിട്ട് വീട്ടിലുള്ളവരോട്, നമുക്കറിയുന്നവരുണ്ടാകാം, അറിയാത്തവർ ചോദിച്ച് എഴുതുക. അറിയുന്നവർ പിന്നെ എന്തായാലും എഴുതി വെക്കുന്നത് നല്ലതാണ്. അതൊക്കെ പിന്നീട് പലപ്പോഴായിട്ട് നമുക്കല്ലെങ്കിൽ മറ്റൊരാൾക്കത് ഉപകാരത്തിൽ പെടും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. മാസങ്ങളുടെ പേര് നോട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നോട്ട് എഴുതിയിട്ട്, ഡയറിയിൽ എഴുതിയിട്ട്, ഈ വിഷയത്തിൻ്റെ നോട്ടിലല്ല, ഫിഖഹിൻ്റെ നോട്ടിലല്ല, അത്
നമ്മളൊരു ഡയറി എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഡയറിയിൽ അത് കുറിച്ച് എല്ലാവരും എഴുതി വെക്കുക. അതൊക്കെ ഉപകാരത്തിൽപ്പെടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.